നമസ്കാരം. KVTV പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വേഗത്തിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച രാത്രി ഒപ്പിട്ട കൊറോണ വൈറസ് ദുരിതാശ്വാസ പാക്കേജിൽ $600 അക്കൗണ്ടിലെത്താൻ 2 ആഴ്ച കൂടി വേണം. കോൺഗ്രസ് പാസാക്കിയ ബില്ലിൽ പ്രസിഡന്റ് മനസ്സോടെ ഒപ്പിട്ടതോടെ ജനുവരിയിൽ IRS പണം പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് പുതുവർഷത്തെ ആഴ്ചയിൽ ലഭിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ ഗുണകരമായേനെ എന്ന് അർബൻ ബ്രൂക്കിംഗ്സ് ടാക്സ് പോളിസി സെന്ററിലെ സീനിയർ ഫെലോ ഹൊവാർഡ് ക്ലക്മാൻ പറഞ്ഞു. കോവിഡ് കാലത്തെ അതിജീവിച്ചുവെന്ന രീതിയിലാണ് ഇപ്പോൾ UAEയിലെ പ്രവർത്തനങ്ങൾ. അവർ പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. വിസ്മയിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾ അടക്കമുള്ള ആഘോഷ പരിപാടികളോടെയാണ് 2021 വരവേൽക്കാൻ UAE നിവാസികൾ ഒരുങ്ങുന്നത്. COVID-19 പ്രതിരോധ മാർഗങ്ങൾ പാലിച്ച് വിദേശികൾക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ സൗദി അനുമതി. ഈ ആവശ്യാർത്ഥം വിദേശ എയർലൈൻസുകൾക്ക് സൗദിയിലേക്ക് ചാർട്ടർ സർവീസ് നടത്താമെന്നും സൗദി സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി സർക്കുലറിൽ അറിയിച്ചു. ബ്രിട്ടൻ അടക്കം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഡിസംബർ 20 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര വിമാന സർവീസ് സൗദി നിർത്തിവെച്ചത്. കോവിഡ് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ ഒരാഴ്ചത്തെ കാലത്തേക്കാണ് വിലക്ക് എന്ന് അധികാരികൾ വ്യക്തമാക്കിയിരുന്നു. US പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാടകീയ നീക്കങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപ്. ക്രിസ്മസ് വാരാന്ത്യത്തിൽ ചൊവ്വാഴ്ച സർക്കാരിന്റെ അടച്ചുപൂട്ടൽ തടയാനും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാനും വരും ദിവസങ്ങളിൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി തടയാനും അധികാരമുള്ള ഏക വ്യക്തി ട്രംപ് ആയിരുന്നു. ഹ്യൂസ്റ്റണിലെ ഭാഷാ സ്നേഹികളുടെ സംഘടനയായ മലയാളം സൊസൈറ്റിയുടെ 2020 ഡിസംബർ സമ്മേളനം 13 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സൂം മീറ്റിംഗിലൂടെ നടത്തി. പങ്കെടുത്ത എല്ലാവർക്കും ജോർജ് മണ്ണിക്കരോട് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് മലയാളത്തിലെ ഒരു പ്രശസ്ത എഴുത്തുകാരനായ UA ഖാദറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി 1 മിനിറ്റ് മൗനമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. UA ടൂറിസ്റ്റ് വിസയിലുള്ളവർക്ക് 1 മാസം സൗജന്യമായി രാജ്യത്ത് തങ്ങാം. UA വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവാണ് 1 മാസത്തേക്ക് ഇളവ് നൽകാൻ ഉത്തരവിട്ടത്. COVID-19 വകഭേദം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പല രാജ്യങ്ങളിലും അതിർത്തി അടച്ച് വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് പലർക്കും മടക്കയാത്ര അസാധ്യമായതിനെ തുടർന്നും ആണിത്. പ്രസിഡന്റ് ട്രംപിന്റെ പ്രത്യേക നിർബന്ധത്തിന് വഴങ്ങി US പ്രതിനിധി സഭ ഉത്തേജന ചെക്ക് 2000 ആക്കി ഉയർത്തുന്നതിനുള്ള തീരുമാനം പാസാക്കി. ഡിസംബർ 28 ഹൗസിൽ അവതരിപ്പിച്ച ബിൽ 275 വോട്ടുകളോടെയാണ് പാസാക്കിയത്. 134 വോട്ടുകൾ എതിരായി രേഖപ്പെടുത്തി. നാഷണൽ ഇന്ത്യൻ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഓഫ് അമേരിക്ക നേഴ്സ് പ്രാക്ടീഷണേഴ്സ് വാരം നവംബർ 21 സൂം മീറ്റിംഗിലൂടെ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 60-ൽ പരം MPകൾ പങ്കെടുത്ത ആഘോഷത്തിൽ നേഴ്സിംഗ് ലീഡർഷിപ്പിനുള്ളവരുടെ പ്രസംഗങ്ങളും കലാപരിപാടികളും ആഘോഷത്തെ ഭംഗിയാക്കി. അമേരിക്കൻ മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കയുടെ വിവിധ പ്രാദേശിക ചാപ്റ്ററുകളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. അറ്റ്ലാന്റ, കാലിഫോർണിയ, ഷിക്കാഗോ, ഫ്ലോറിഡ, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, ഫിലഡൽഫിയ, ടെക്സാസ്, വാഷിംഗ്ടൺ ചാപ്റ്ററുകളുടെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് 2021 വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് അല പ്രവേശിക്കുകയാണ്. വേൾഡ് മലയാളി കൗൺസിൽ ന്യൂജേഴ്സി പ്രൊവിൻസ് ക്രിസ്മസ് പുതുവത്സരാഘോഷ പ്രോഗ്രാം ഡിസംബർ 29 ചൊവ്വാഴ്ച വൈകിട്ട് 7:30 നടത്തും. കോവിഡ് മഹാമാരിയിൽ നിന്നുള്ള അതിജീവനത്തിന്റെ പാതയിൽ മനുഷ്യരാശി പടപൊരുത്തുമ്പോൾ മഞ്ഞു പൊഴിയുന്ന ക്രിസ്മസ് രാവുകളിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രകാശം ചൊരിഞ്ഞ് ആകാശത്ത് നക്ഷത്രങ്ങൾ വിരിയുന്ന ക്രിസ്മസ് വേളയിൽ വലിയ പ്രതീക്ഷയോടെയാണ് നാടെമ്പാടും പുതുവത്സരത്തെ വരവേൽക്കാൻ ആഘോഷത്തിരികൾ കൊളുത്തുന്നത്. പ്രധാന വാർത്തകൾ വിശദമായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച രാത്രി ഒപ്പിട്ട കൊറോണ വൈറസ് ദുരിതാശ്വാസ പാക്കേജിലെ $600 അക്കൗണ്ടിലെത്താൻ 2 ആഴ്ച കൂടി വേണം. കോൺഗ്രസ് പാസാക്കിയ ബില്ലിൽ പ്രസിഡന്റ് മനസ്സോടെ ഒപ്പിട്ടതോടെ ജനുവരിയിൽ IRS പണം പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് പുതുവർഷത്തെ ആഴ്ചയിൽ ലഭിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ ഗുണകരമായേനെ എന്ന് അർബൻ ബ്രൂക്കിംഗ്സ് ടാക്സ് പോളിസി സെന്ററിലെ സീനിയർ ഫെലോ ഹൊവാർഡ് ക്ലക്മാൻ പറഞ്ഞു. $2 ട്രില്യൺ കെയർ ആക്ട് പ്രകാരം മാർച്ചിൽ കോൺഗ്രസ് ഓരോ വ്യക്തികൾക്കും $1200 നേരിട്ടുള്ള പേയ്മെന്റുകളും ദമ്പതികൾക്ക് $2400 ശേഷിച്ചവർക്ക് $500 വീതവും നൽകി. ആദ്യ റൗണ്ടിലേതുപോലെ പുതിയ പേയ്മെന്റുകൾ $75,000 കൂടുതൽ ക്രമീകരിച്ച മൊത്ത വരുമാനമുള്ള വ്യക്തികൾക്കായി ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യും. കൂടാതെ $99,000 കൂടുതൽ വാർഷിക വരുമാനമുള്ളവർക്ക് ഒന്നും ലഭിക്കില്ല.
ദമ്പതികൾക്ക് വരുമാന പരിധി ഇരട്ടിയാകും. രാജ്യത്തെ മിക്കവർക്കും പേയ്മെന്റുകൾ ലഭിച്ചേക്കാം. എന്നാൽ ടാക്സ് അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഉടനടി പണം ലഭിക്കുമോ എന്ന് വ്യക്തമല്ല. ഇക്കാരണം കൊണ്ട് തന്നെ പേയ്മെന്റുകളെല്ലാം ഒറ്റയടിക്ക് എല്ലാവർക്കും പോകില്ല. IRSൽ ബാങ്ക് വിവരങ്ങൾ നൽകിയിട്ടുള്ളവർക്ക് ആദ്യം പണം ലഭിക്കും. തുക അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ പേപ്പർ ചെക്കുകളോ പ്രീപെയ്ഡ് ഡെബിറ്റ് കാർഡുകളോ ആയി മെയിലിൽ അയക്കും. ആദ്യ പാക്കേജ് മാർച്ചിലായിരുന്നു. അന്ന് അടിയന്തരമായി പാസാക്കിയ തുക ഏപ്രിലിലെ ആദ്യ 3 ആഴ്ചയ്ക്കുള്ളിൽ 90 ദശലക്ഷം ആളുകൾക്ക് കിട്ടി. അർഹരായവരിൽ പകുതിയിലധികം പേർക്കും അവരുടെ പേയ്മെന്റുകൾ ഈ ഘട്ടത്തിൽ തന്നെ ലഭിച്ചിരുന്നു. മിക്ക ആളുകളുടെയും പണം 2 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. എന്നിട്ടും യോഗ്യരായ ഏകദേശം 12 ദശലക്ഷം അമേരിക്കക്കാർക്ക് IRSൽ എത്തിച്ചേരാൻ വഴിയില്ലാത്തതിനാൽ പണം ലഭിച്ചിരുന്നില്ല. മിക്ക ആളുകൾക്കും അക്കൗണ്ടിലേക്ക് പണം ലഭിക്കുമ്പോൾ സാധാരണയായി നികുതി റിട്ടേൺ സമർപ്പിക്കാത്ത വളരെ താഴ്ന്ന വരുമാനമുള്ള ആളുകൾക്ക് ഇത് വലിയ പ്രശ്നമായിരുന്നു. ഇവരോട് അവരുടെ വിലാസമോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ നൽകുന്നതിന് നവംബർ 21 മുമ്പ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പണലഭ്യതയുടെ സമ്മർദ്ദത്തിൽ ഇതിന്റെ അധിക പരിശോധനകൾ വൈകിയേക്കാം. 2020 നികുതി സമർപ്പിക്കൽ സീസണിന്റെ ആരംഭവും വൈകിയേക്കാം. ഇപ്പോഴത്തെ നികുതി പരിശോധന അർത്ഥമാക്കുന്നത് നികുതി റിട്ടേൺ ഫോമുകളുടെ മാറ്റങ്ങൾ വരുത്തിയെന്നും അത് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുമാണ്. പുതുക്കിയ ഈ ഫോമുകൾ ഇതിനകം പ്രസ്സുകളിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് വിവരം. IRSന്റെ ജോലിഭാരം വർദ്ധിപ്പിക്കാൻ ഡിസംബർ അനുയോജ്യമായ സമയമല്ല. വരാനിരിക്കുന്ന ഫയലിംഗ് സീസണിനായി തയ്യാറെടുക്കുന്നതിനുള്ള ജോലികൾ നടക്കുന്ന മാസമാണിത്. അവധി ദിവസങ്ങൾ കാരണം കൂടുതൽ സ്റ്റാഫ് പതിവിലും അവധിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ഫോമുകളുടെ വിതരണവും വൈകിയേക്കാം. COVID-19 പ്രതിരോധ മാർഗങ്ങൾ പാലിച്ച് വിദേശികൾക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ സൗദി അനുമതി. ഈ ആവശ്യാർത്ഥം വിദേശ എയർലൈൻസുകൾക്ക് സൗദിയിലേക്ക് ചാർട്ടർ സർവീസ് നടത്താമെന്നും സൗദി സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി സർക്കുലറിൽ അറിയിച്ചു. ഒരാഴ്ച നീണ്ട അന്താരാഷ്ട്ര വിമാന സർവീസ് വിലക്കിനാണ് ഇതോടെ അറുതിയായത്. പുതിയ നിബന്ധന പ്രകാരം വിദേശികളെ കൊണ്ടുപോകാൻ സൗദിയിൽ വരുന്ന വിദേശ എയർലൈൻസ് പൈലറ്റുമാരും ജീവനക്കാരും വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇവർക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുമായി ശാരീരിക സമ്പർക്കം ഉണ്ടാകരുതെന്നും നിർദ്ദേശമുണ്ട്. ജനിതക മാറ്റം വന്ന പുതിയ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾക്ക് ഇത് ബാധകമല്ല. അവിടേക്കുള്ള സർവീസ് വിലക്ക് തുടരും. സ്വദേശികൾക്ക് യാത്ര അനുമതിയില്ല. അതുപോലെ വിദേശത്ത് നിന്ന് ആർക്കും വരാനും അനുമതിയില്ല. ബ്രിട്ടൻ അടക്കം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഡിസംബർ 20 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര വിമാന സർവീസ് സൗദി നിർത്തിവെച്ചത്. കോവിഡ് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ ഒരാഴ്ച കാലത്തേക്കാണ് വിലക്ക് എന്ന് അധികാരികൾ വ്യക്തമാക്കിയിരുന്നു. വിലക്ക് നീക്കിയ പശ്ചാത്തലത്തിൽ വന്ദേ ഭാരത് വിമാനങ്ങൾ സർവീസ് പുനരാരംഭിക്കും. അതേസമയം സൗദിയിലേക്ക് വരാൻ അനുമതിയില്ലാത്തത് തിരിച്ചുവരാൻ കാത്തിരിക്കുന്ന മലയാളി പ്രവാസികൾക്ക് പ്രയാസമാകും. വിമാന വിലക്ക് നിലവിൽ വരും മുൻപ് UAE വഴിയായിരുന്നു പ്രവാസികൾ സൗദിയിൽ പ്രവേശിച്ചിരുന്നത്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 14 ദിവസം ഇന്ത്യയിൽ താമസിച്ചവർക്ക് സൗദിയിൽ വിലക്കുണ്ട്. ഇത് മറികടക്കാൻ സന്ദർശന വിസയിൽ ദുബായിലെത്തി അവിടെ 14 ദിവസം തങ്ങി കോവിഡ് പരിശോധന നടത്തിയായിരുന്നു പ്രവാസികൾ എത്തിയിരുന്നത്. ഇങ്ങനെ സൗദിയിലേക്ക് മടങ്ങാൻ കാത്തിരുന്ന 100 കണക്കിന് മലയാളികളുടെ യാത്ര അനിശ്ചിതത്തിലാണ്. കോവിഡ് കാലത്തെ അതിജീവിച്ചുവെന്ന രീതിയിലാണ് ഇപ്പോൾ UAEയിലെ പ്രവർത്തനങ്ങൾ. അവർ പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. വിസ്മയിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾ അടക്കമുള്ള ആഘോഷ പരിപാടികളോടെയാണ് 2021 വരവേൽക്കാൻ UAE നിവാസികൾ ഒരുങ്ങുന്നത്. അബുദാബിയിൽ ഗിന്നസ് ലോക റെക്കോർഡ് തകർക്കുന്ന പുതിയ 2 കരിമരുന്ന് പ്രയോഗങ്ങൾ 31 രാത്രിയുണ്ടാവും. 35 മിനിറ്റോളം നീണ്ടു നിൽക്കും. യാസ് ദ്വീപിലും ആഘോഷങ്ങൾ ഉണ്ട്. ദുബായ് വിവിധയിടങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 6 കരിമരുന്ന് പ്രയോഗങ്ങളെങ്കിലും ഉണ്ടാവും. അതേസമയം കർശനമായ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് പാലിക്കാത്തവർക്ക് കനത്ത പിഴ തന്നെ ഈടാക്കും. 30-ൽ കൂടുതൽ ആളുകൾ കൂടുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. US പ്രസിഡന്റിന്റെ കാലാവധി അവസാനിപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാടകീയ നീക്കങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപ്. ക്രിസ്മസ് വാരാന്ത്യത്തിൽ ചൊവ്വാഴ്ച സർക്കാരിന്റെ അടച്ചുപൂട്ടൽ തടയാനും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാനും വരും ദിവസങ്ങളിൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി തടയാനും അധികാരമുള്ള ഏക വ്യക്തി ട്രംപ് ആയിരുന്നു. കൊറോണ വൈറസ് ദുരിതാശ്വാസ ബിൽ പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ആദ്യം വിസമ്മതിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്ത ട്രംപ് ഒടുവിൽ ബിൽ പാസാക്കാൻ വഴങ്ങിയിട്ടുണ്ട്.
ഞായറാഴ്ച വരെയും ഇതിനൊന്നും തയ്യാറല്ലാതിരുന്ന ട്രംപ് ഞായറാഴ്ചയാണ് കോവിഡ് ദുരിതാശ്വാസ ബില്ലിൽ ഒപ്പുവെക്കാമെന്ന് അറിയിച്ചതെന്നാണ് ട്രംപ് അനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ട്രംപ് ബില്ലിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അനുയായികൾ പറയുന്നു. എന്നാൽ ട്രംപ് ഞായറാഴ്ച ഏറെ വൈകി ബില്ലിൽ ഒപ്പുവെച്ചതോടെ നിരവധി പേർക്ക് തൊഴിലില്ലായ്മ സഹായം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. എല്ലാ വാരാന്ത്യങ്ങളിലും തന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സ്വയം വിശദീകരിക്കാൻ നൽകുന്നതിന് പകരം രാജ്യത്തിന്റെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്ന ഒരു ചുവടുവെപ്പ് നടത്തുകയോ ചെയ്യുന്നതിന് പകരം തിരഞ്ഞെടുപ്പ് തോൽവിയെ വെല്ലുവിളിക്കാനുള്ള അന്തിമ ശ്രമങ്ങളിലാണ് ട്രംപ് അടുത്ത കാലത്തായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്നത്. ഫ്ലോറിഡയിലെ പൊതുവിടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അദ്ദേഹം തന്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്താതെ ഗോൾഫ് കോഴ്സിലേക്ക് പോകുകയും വരികയും ചെയ്യുന്നുണ്ട്. വാർത്തകൾ വേഗത്തിൽ ഒരിക്കൽ കൂടി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച രാത്രി ഒപ്പിട്ട കൊറോണ വൈറസ് ദുരിതാശ്വാസ പാക്കേജിൽ $600 അക്കൗണ്ടിലെത്താൻ 2 ആഴ്ച കൂടി വേണം. കോൺഗ്രസ് പാസാക്കിയ ബില്ലിൽ പ്രസിഡന്റ് മനസ്സില്ലാ മനസ്സോടെ ഒപ്പിട്ടതോടെ ജനുവരിയിൽ IRS പണം പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് പുതുവർഷത്തെ ആഴ്ചയിൽ ലഭിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ ഗുണകരമായേനെ എന്ന് അർബൻ ബ്രൂക്കിംഗ്സ് ടാക്സ് പോളിസി സെന്ററിലെ സീനിയർ ഫെലോ ഹൊവാർഡ് ക്ലെക്മാൻ പറഞ്ഞു. കോവിഡ് കാലത്തെ അതിജീവിച്ചുവെന്ന രീതിയിലാണ് ഇപ്പോൾ UAEയിലെ പ്രവർത്തനങ്ങൾ. അവർ പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. വിസ്മയിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾ അടക്കമുള്ള ആഘോഷ പരിപാടികളോടെയാണ് 2021 വരവേൽക്കാൻ UAE നിവാസികൾ ഒരുങ്ങുന്നത്. COVID-19 പ്രതിരോധ മാർഗങ്ങൾ പാലിച്ച് വിദേശികൾക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ സൗദി അനുമതി. ഈ ആവശ്യാർത്ഥം വിദേശ എയർലൈൻസുകൾക്ക് സൗദിയിലേക്ക് ചാർട്ടർ സർവീസ് നടത്താമെന്നും സൗദി സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി സർക്കുലറിൽ അറിയിച്ചു. ബ്രിട്ടൻ അടക്കം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനിതക മാറ്റമെന്ന കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഡിസംബർ 20 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര വിമാന സർവീസ് സൗദി നിർത്തിവെച്ചത്. കോവിഡ് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ ഒരാഴ്ചത്തെ കാലത്തേക്കാണ് വിലക്ക് എന്ന് അധികാരികൾ വ്യക്തമാക്കിയിരുന്നു. US പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാടകീയ നീക്കങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപ്. ക്രിസ്മസ് വാരാന്ത്യത്തിൽ ചൊവ്വാഴ്ച സർക്കാരിന്റെ അടച്ചുപൂട്ടൽ തടയാനും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാനും വരും ദിവസങ്ങളിൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി തടയാനും അധികാരമുള്ള ഏക വ്യക്തി ട്രംപ് ആയിരുന്നു. ഹ്യൂസ്റ്റണിലെ ഭാഷാസ്നേഹികളുടെ സംഘടനയായ മലയാളം സൊസൈറ്റിയുടെ 2020 ഡിസംബർ സമ്മേളനം 13 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സൂം മീറ്റിംഗിലൂടെ നടത്തി. പങ്കെടുത്ത എല്ലാവർക്കും ജോർജ് മണ്ണിക്കരോട് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് മലയാളത്തിലെ ഒരു പ്രശസ്ത എഴുത്തുകാരനായ UA ഖാദറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി 1 മിനിറ്റ് മൗനമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. UAE ടൂറിസ്റ്റ് വിസയിലുള്ളവർക്ക് 1 മാസം സൗജന്യമായി രാജ്യത്ത് തങ്ങാം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവാണ് 1 മാസത്തേക്ക് ഇളവ് നൽകാൻ ഉത്തരവിട്ടത്. COVID-19 വകഭേദം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പല രാജ്യങ്ങളിലും അതിർത്തി അടച്ച് വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് പലർക്കും മടക്കയാത്ര അസാധ്യമായതിനെ തുടർന്നും ആണിത്. പ്രസിഡന്റ് ട്രംപിന്റെ പ്രത്യേക നിർബന്ധത്തിന് വഴങ്ങി US പ്രതിനിധി സഭ ഉത്തേജന ചെക്ക് 2000 ഉയർത്തുന്നതിനുള്ള തീരുമാനം പാസാക്കി. ഡിസംബർ 28 ഹൗസിൽ അവതരിപ്പിച്ച ബിൽ 275 വോട്ടുകളോടെയാണ് പാസാക്കിയത്. 134 വോട്ടുകൾ എതിരായി രേഖപ്പെടുത്തി. നാഷണൽ ഇന്ത്യൻ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഓഫ് അമേരിക്ക നേഴ്സ് പ്രാക്ടീഷണേഴ്സ് വാരം നവംബർ 21 സൂം മീറ്റിംഗിലൂടെ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 60-ൽ പരം MPകൾ പങ്കെടുത്ത ആഘോഷത്തിൽ നേഴ്സിംഗ് ലീഡർഷിപ്പിനുള്ളവരുടെ പ്രസംഗങ്ങളും കലാപരിപാടികളും ആഘോഷത്തെ ഭംഗിയാക്കി. അമേരിക്കൻ മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കയുടെ വിവിധ പ്രാദേശിക ചാപ്റ്ററുകളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. അറ്റ്ലാന്റ, കാലിഫോർണിയ, ഷിക്കാഗോ, ഫ്ലോറിഡ, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, ഫിലഡൽഫിയ, ടെക്സാസ്, വാഷിംഗ്ടൺ ചാപ്റ്ററുകളുടെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് 2021 വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് അല പ്രവേശിക്കുകയാണ്. വേൾഡ് മലയാളി കൗൺസിൽ ന്യൂജേഴ്സി പ്രൊവിൻസ് ക്രിസ്മസ് പുതുവത്സരാഘോഷ പ്രോഗ്രാം ഡിസംബർ 29 ചൊവ്വാഴ്ച വൈകിട്ട് 7:30 നടത്തും. കോവിഡ് മഹാമാരിയിൽ നിന്നുള്ള അതിജീവനത്തിന്റെ പാതയിൽ മനുഷ്യരാശി പടപൊരുത്തുമ്പോൾ മഞ്ഞു പൊഴിയുന്ന ക്രിസ്മസ് രാവുകളിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രകാശം ചൊരിഞ്ഞ് ആകാശത്ത് നക്ഷത്രങ്ങൾ വിരിയുന്ന ക്രിസ്മസ് വേളയിൽ വലിയ പ്രതീക്ഷയോടെയാണ് നാടെമ്പാടും പുതുവത്സരത്തെ വരവേൽക്കാൻ ആഘോഷത്തിരികൾ കൊളുത്തുന്നത്. പ്രവാസികളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും മറ്റു വിശേഷങ്ങളും വാർത്തയായി നിങ്ങളുടെ സ്വീകരണ മുറിയിൽ KVTV എത്തിക്കുന്നു. പ്രവാസി ലോകത്തെ മലയാളി വിശേഷങ്ങൾ വാർത്തയിൽ ഉൾപ്പെടുത്തുവാൻ news@kvtv.com എന്ന ഇമെയിൽ
വീഡിയോകളും വാർത്തകളും ഞങ്ങൾക്ക് അയച്ചു തരിക. ഒപ്പം KVTVയുടെ വാട്സ്ആപ്പ് നമ്പറായ 9497280000 എന്ന നമ്പറിൽ അയക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് KVTV.